CMRL കേസ് ഇപ്പോൾ ഇതാണ് പ്രധാന ചർച്ചാ വിഷയം. ഈ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ പ്രതിയാണ്. അപ്പം ഈ കേസ് വന്നപ്പോൾ മുതൽ തന്നെ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ നേരിടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് CPMൻ്റെ നിലപാട്, നേതാക്കളുടെ നിലപാട്. കഴിഞ്ഞ ദിവസം അവിടെ പാർട്ടി കോൺഗ്രസ് മതിരെ നടക്കുക. ഇതിനിടയിലേക്ക് വന്നിച്ച് ചില നേതാക്കൾ, അതുപോലെ തന്നെ പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു നമുക്കിതിനെ പ്രതിരോധിക്കണം, വീണ വിജയൻ എന്ന് പറയുന്നുള്ള കേസ് രാഷ്ട്രീയ പ്രേരിതമായി കെട്ടിച്ചമച്ചതാണ്. എന്നാൽ PB അംഗമായ മുഹമ്മദ് സലീം പറയുന്നത് അതിനെ രാഷ്ട്രീയപരമായിട്ടൊന്നും നേരിടേണ്ട കാര്യമില്ല, അതിനെ അവർ നേരിടട്ടെ, പാർട്ടിയല്ലല്ലോ ഈ കേസിൽ പ്രശ്നം ഉണ്ടാക്കിയത്, അപ്പോൾ അവർ നേരിട്ടെ. അപ്പോൾ പാർട്ടി നേതാക്കൾക്കിടയിൽ തമ്മിൽ ഒരു യോജിപ്പില്ലായ്മയുണ്ട്. ചേച്ചി എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ കേസ് വന്നു. അദ്ദേഹം എന്ത് പറഞ്ഞു? അതെൻ്റെ മോൻ്റെ എതിരെയുള്ള കേസാണ്, അവൻ നേരിട്ടോളൂ, പാർട്ടിക്ക് ഇതിലൊരു ബന്ധവുമില്ല. ഇത് പിണറായി സഖാവിൻ്റെ സ്ഥാപനമാണോ പാർട്ടി ഉപരോധിക്കാനും പ്രതിരോധിക്കാനൊക്കെ വേണ്ടിയിട്ട്? അദ്ദേഹത്തിൻ്റെ മകൾ നടക്കുന്നൊരു സ്ഥാപനത്തിൽ ഒരു ഏറ്റവും ഗുരുതരമായ ഒരു അഴിമതി നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെടാത്ത കുറേയധികം ധനം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അതിന് പാർട്ടിക്ക് എന്താ ഉത്തരവാദിത്തം? അപ്പോൾ അങ്ങനെ പാർട്ടി പ്രതിരോധിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പാർട്ടിയും കൂടെ അതിൻ്റെ കൈപ്പറ്റി എന്നല്ലേ അർത്ഥം? അല്ലെങ്കിൽ എന്തിനാണ് മകൾ ചെയ്ത ഒരു കുറ്റത്തിന് പാർട്ടി എന്തിനു പ്രതിരോധിക്കണം, ഒരു കവചം തീർക്കണം? നമ്മൾ സാധാരണക്കാർ വിചാരിക്കുന്നത് ഈ വന്നിരിക്കുന്ന പൈസയുടെ ബെനിഫിഷ്യറി അച്ഛനായ പിണറായി സഖാവോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവർ ഫണ്ട് സ്വരൂപിച്ചതാണെന്നാണ് സാധാരണക്കാരോട് ഞാൻ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പോൾ താങ്കളെ തുടക്കത്തിൽ മുഹമ്മദ് സലീം സഖാവ് ബംഗാളിൽ നിന്നുള്ള അദ്ദേഹം പറയുന്നുണ്ട് ഇത് പാർട്ടി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ പേരും ഫ്രണ്ട് റണ്ണറായിട്ട് പോകുന്നുണ്ട്, സെക്രട്ടറി ആവാനായിട്ട്. ഇവര് ന്യൂനപക്ഷത്തെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ട് ഒരു ന്യൂനപക്ഷ വിശ്വാസിയായ മുഹമ്മദ് സലീമിനെ കൈപൊക്കി ജനറൽ സെക്രട്ടറി ആക്കുന്നില്ല? അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട, അല്ലെങ്കിൽ പറയുന്നു അദ്ദേഹത്തെ ഇപ്പൊ ബേബിയൊക്കെ കൺസിഡർ ചെയ്യുന്നു, വൃന്ദ കാരാട്ടിനെ, ഇവരൊക്കെ അടിസ്ഥാന വർഗത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണോ? JNUവിൽ പഠിച്ച് അവിടെ നിന്ന് വിപ്ലവ ആവേശം ഉൾക്കൊണ്ട് ഇതിലേക്ക് വന്ന ആൾക്കാരാണ്, SFI വഴി പാർട്ടിയിലേക്ക് വന്ന ആൾക്കാരാണ്. അവർക്കാണോ കൊടുക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട എത്രയോ പേര് കേരളത്തിൽ തന്നെ പാർട്ടിയിലുണ്ട്. അവരെ ആരെയും കൺസിഡർ ചെയ്യാതെ, ന്യൂനപക്ഷത്തെ കൺസിഡർ ചെയ്യാതെ, പിന്നെയും ഒരു മേൽത്തട്ടിലുള്ള ആൾക്കാരെ ഇതിനെ കൺസിഡർ ചെയ്യുന്നു. വീണയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സ്വാശ്രയത്തിന് വേണ്ടി മരിച്ച ആൾക്കാരുണ്ട്. പുഷ്പൻ സഖാവിനെ മറക്കൂല, പുഷ്പ നേതാവ് എന്നൊക്കെ പറഞ്ഞ് ഈ ഇടയ്ക്കാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്തി അദ്ദേഹം എങ്ങനെയാണ് ഒരു കിടപ്പ് രോഗിയായത് ഓർക്കുന്നില്ലേ? സ്വാശ്രയ കോളേജിൻ്റെ എവിടുന്നോ വന്ന അദ്ദേഹം അതിലുൾപ്പെട്ട് അങ്ങനെ ജീവിതം മുഴുവൻ കിടന്നു. അപ്പോഴും മരിക്കുന്ന സമയത്ത് പോലും ആ വിപ്ലവം ഞരമ്പുകളിൽ കൂടി ഒഴുകിക്കൊണ്ടിരുന്ന സഖാവാണ് പുഷ്പൻ സഖാവല്ലേ. അങ്ങനെ പറയുന്ന ആൾക്കാരെ യങ്സ്റ്റേഴ്സിനെ കുരുതിക്ക് കൊടുത്തിട്ട് സ്വന്തം മകളെ ശ്രീ പിണറായി എവിടെയാണ് പഠിപ്പിച്ചത്? എവിടെയാണ്? കോയമ്പത്തൂര് അമൃത കോളേജിൽ കൊണ്ടാണ് പഠിപ്പിച്ചത്. അന്ന് കേരളത്തിൽ നടന്ന സമരത്തിൽ SFI നേതാക്കളായ ഗീനാകുമാരി, അതുപോലെ തന്നെ അതിന്റെ തുടർച്ചയായി സിന്ധു ജോയ്, ഇവരൊക്കെ തന്നെ എന്തുമാത്രം അടികൊണ്ടു. സ്വന്തം മകൾ ഈ നേതാക്കന്മാരുടെ മക്കള്, ഒരാളുടെ പേര് സിനുജി പറഞ്ഞാൽ ഞാൻ സിനുജിക്ക് ഒരു നല്ല ട്രീറ്റ് തരും. ആരെങ്കിലും അടികൊണ്ടിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും അടികൊണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും നേതാക്കളുടെ മക്കൾ അടികൊണ്ടിട്ടോ? പിന്നെ എവിടെയെങ്കിലും വെച്ചാൽ നേതാവായി വരും. പക്ഷേ അടികൊണ്ട്, അണികളെ പോലെ അടികൊണ്ട് ജയിലിൽ കിടന്ന് കേസുകൾ മുഴുവൻ തലയിലേറ്റി ഏതെങ്കിലും നേതാവിൻ്റെ മകളോ മകനോ വന്നിട്ടുണ്ടോ നേതൃപദവിയിലേക്ക്? ഇല്ല. അപ്പൊ അവർക്കറിയാം ചുളിവിൽ കൂടെ എങ്ങനെയാണ് നേതൃപദത്തിലേക്ക് വരേണ്ടതെന്ന്. ഇപ്പൊ മരുമകനെ PBയിലേക്ക് രാവിലെ ഞാൻ റണ്ണർ കണ്ടിട്ടാണ് പരിഗണിക്കുന്നത്. കാരണം ഇതെങ്ങാനും ഇതായിട്ട് വരുവാണെങ്കിൽ ഒരാൾ അവിടെ വേണമല്ലോ, പാർട്ടിയുടെ രക്ഷാകവചം തീർക്കുവാൻ വേണ്ടിയിട്ട് ഒരാൾ അവിടെ നേതൃസ്ഥാനത്ത് വരണമല്ലോ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്ന ഏറ്റവും വലിയ അപജയം അവർ അണികളിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ്. ഇപ്പൊ 10 ലക്ഷം പേര് രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഉള്ളൂ എന്ന് ഞാൻ പേപ്പറിൽ, 10 ലക്ഷത്തി സംതിങ്, അതിൽ 5 ലക്ഷത്തി സംതിങ്ങും ഏറ്റവും ഭൂരിപക്ഷവും കേരളത്തിൽ നിന്നാണ്. എന്തുകൊണ്ടും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അണികൾ അകന്നു പോകുന്നു? ഇതുപോലെ സ്വന്തം കുടുംബത്തിനും മക്കൾക്കും വേണ്ടി പ്രാണൻ പോലും ത്യജിച്ച് അണികളെ ഒഴിവാക്കി നിർത്തുന്ന നേതാക്കന്മാരൊരു വലിയ നിര പാർട്ടിയിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ് സാധാരണക്കാർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നത്. അവരവിടെ നിന്ന് അകന്നു പോകുന്നത്. ഇപ്പോൾ തന്നെ ഇന്നലെ ഒരു ചർച്ച കാണുമായിരുന്നു, രസമാണ് കേട്ടോ. നമ്മുടെ ന്യായീകരണ തൊഴിലാളികൾ ഇരിക്കുന്നത്, പേര് പറയുന്നില്ല. അപ്പം അദ്ദേഹം പറയാണ്, എന്താ ഇത് പറയുന്നത്, AMC എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ എന്താണ്
നമ്മുടെ കർത്തായുടെ കമ്പനിക്ക് ലോജിസ്റ്റിക് സംബന്ധമായ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ വളരെ ഹെവി ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൽ കൂടെ പോകുന്ന കാര്യമാണ്. അപ്പോൾ AMC കൊടുത്തിരിക്കുന്നതാണ്, അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുണ്ടോ. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആരാ? ശ്രീജിത്ത് പണിക്കരാണ്. താങ്കൾക്കറിയാലോ, താങ്കൾ ഒരു IT പ്രൊഫഷനിൽ. എക്സാക്ട്ലി എൻ്റെ വീട്ടിലേക്കുള്ള പല സാധനങ്ങൾക്കും ഞാൻ AMC കൊടുത്തിട്ടുണ്ട്. ശ്രീജിത്ത് പണിക്കർ പറയാണ്, അതിനൊന്നും ഞാൻ മാസം തോറും കൊടുക്കാറില്ല. AMC വർഷത്തിലൊരിക്കലും AMC കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫാനിനുണ്ട്, എൻ്റെ AC-ക്കുണ്ട്, എൻ്റെ TV-ക്കൊക്കെ AMC കൊടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ടർ ഉൾപ്പെടെ. കൊല്ലത്തിലൊരിക്കലേ കൊടുക്കുകയുള്ളൂ. പിന്നെ ഇവരുടെ ഈ കമ്പനി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, AKG സെന്റർ അല്ലേ? ഇത് പാർട്ടി നടത്തുന്ന കമ്പനിയോ? അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് അമ്മയ്ക്ക്. എൻ്റെ അമ്മയും പെൻഷനറായിരുന്നു കേട്ടോ. പെൻഷൻ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് ആയിരുന്നു. ആ പെൻഷൻ കിട്ടിയ ഒരു പെൻഷൻ പറ്റിയ സമയത്ത് കിട്ടിയ തുക കൊണ്ടാണ് ഇതുപോലൊരു കമ്പനി തുടങ്ങാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എപ്പോഴും പറയും അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ വിശ്വസിക്കുന്നില്ല. ആരെങ്കിലും വിശ്വസിക്കുമോ? ആരും വിശ്വസിക്കൂല. അങ്ങനെ പെൻഷൻ കിട്ടിയത് കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ പിന്നെ ഇവരെങ്ങനെ ജീവിക്കും? അതെ, പെൻഷൻ സമയത്ത് കിട്ടിയ തുക കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ. അപ്പം ഇവിടെ ഒരു സ്ഥലത്തും മാച്ചിങ് ഇല്ല. ഇവർ പറയുന്ന ഒരു കാര്യത്തിനും മാച്ചിങ് ഇല്ല. ഇവർ ആർക്കും ഒരു ശമ്പളം കൊടുത്തതായി റെക്കോർഡില്ല. അതായത് ഒരു കടലാസ് കമ്പനി. ഏതെങ്കിലും ഇപ്പൊ AMC ചെയ്യണമെങ്കിൽ വീണാ വിജയൻ തനിച്ചു പോയിരുന്നു ചെയ്യുമോ? ഇല്ല. അപ്പൊ ഒരാളെങ്കിലും വേണ്ടേ? എല്ലാ കമ്പനിയിലും നിർബന്ധമാണ്, ബാങ്കിൽ കൂടെ തന്നെ അവരുടെ ശമ്പളങ്ങൾ കൊടുക്കണമെന്ന് നിർബന്ധമാണ്. അങ്ങനെ ഒരു ബാങ്കിൽ കൂടെ മാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി അച്ഛനും പാർട്ടിക്കും വേണ്ടി സംഭാവന സ്വീകരിക്കുന്ന ഒരു കടലാസ് കമ്പനി തന്നെയാണ് ശ്രീമതി വീണ വിജയന്റെ ലോജിക്. യാതൊരു ലോജിക്കും ഇല്ലാത്ത എക്സായിപ്പോയി. ഇപ്പൊ എക്സായി, അത് നിർത്തിപ്പോയി. ഈ അന്വേഷണം വന്നപ്പോ ലോജിക്കായി. ഇപ്പൊ ഏതാണ്ട് 2.70 കോടി ഇത്രയും രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കണക്ക് കാണിക്കണമെന്നാണ് ഇപ്പൊ പറഞ്ഞത്. വളരെ പെട്ടെന്നാണ് ഈ നടപടിക്രമങ്ങളെല്ലാം വന്നത്. പെട്ടെന്ന് ഇവർ കുറ്റപത്രം സമർപ്പിക്കുന്നു, ഇനി വീണയെ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് സമൻസ് സമർപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേക്കും ഈ കേരളത്തിലെ നേതാക്കൾ എന്തിനാണ് വീണ്ടും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തത്? ഇപ്പോൾ MV ഗോവിന്ദൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ AK ബാലൻ ആയിക്കോട്ടെ, ഇവരെല്ലാം വന്നിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുകയാണ് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയമായി നേരിടണം, ഇത് ശരിയായ ദിശയിലല്ല പോകുന്നത്. അപ്പം പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി പാർട്ടിയിൽ ഒരു കാലത്ത് വളരെ ശക്തനായിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയായപ്പം പാർട്ടിയിൽ മാത്രമല്ല ഭരണത്തിലും ഒരു വലിയ നേതാവായി മാറി. അപ്പോൾ ഈ മുഖ്യമന്ത്രിയായി നിൽക്കുന്ന പിണറായി വിജയൻ പറയുന്നത് പോലെ പാർട്ടിക്ക് ചലിക്കാൻ കഴിയുള്ളൂ എന്നൊരു സ്ഥിതിയിലേക്ക് വരുന്നു. മുമ്പ് പാർട്ടിയുടെ ഈ അഹമ്മതി കാരണമാണ് ഇപ്പോൾ ത്രിപുരയിലായിക്കോട്ടെ, ബംഗാളിലായിക്കോട്ടെ, ഇന്ന് CPM എന്ന് പറയുന്നത് ഇല്ലാതായി പോയത്. ഇതേ അവസ്ഥയിലേക്ക് പതുക്കെ കേരളവും നടന്നെടുക്കുന്നു. അപ്പോൾ തന്നെ എതിർക്കുന്ന ഒരു നേതാവിനെയും വെച്ച് പുലർത്തില്ല എന്നൊരു ധാർഷ്ട്യമുണ്ട്. ഇപ്പം നമുക്കറിയാം, ആദ്യം മുതൽ കേൾക്കുന്ന പേരാണ് MA ബേബി. MA ബേബി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരും. പക്ഷേ MA ബേബി ഒരിക്കലും പിണറായി വിജയന് താല്പര്യമില്ല. അപ്പോൾ കേരളത്തിൻ്റെ നിലപാട് വളരെ നിർണായകമാവുകയും ഈ MA ബേബി ഉൾപ്പെടെയുള്ളവരെ പിണറായി വിജയൻ പിന്തുണയ്ക്കുകയും ചെയ്താലേ അവർക്ക് പദവി കിട്ടുള്ളൂ. ഈ MA ബേബി വന്നു ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ MA ബേബി ചുവട് മാറ്റുന്നത്? അപ്പോൾ ഇവിടെ എല്ലാം തന്നെ പിണറായി വിജയൻ പറയുന്ന പോലെ ഒരു കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ പിണറായി വിജയൻ്റെ മകൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിൽ പാർട്ടിയിലൊക്കെ എന്ത് നിലപാടുകളും മാറ്റിമറിക്കുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പ് ചേച്ചി പറഞ്ഞു, കോടിയേരി ബാലകൃഷ്ണൻ്റെ മകന് കേസ് വന്നപ്പോൾ കോടിയേരി പാർട്ടി ജനറൽ സെക്രട്ടറി അദ്ദേഹം പറയുന്നത് എന്താണ്? അവൻ പോയി കേസ് നേരിടട്ടെ, അല്ലെ അവൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറയുന്ന പോലെ വീണാ വിജയനും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കട്ടെ. അപ്പോൾ പാർട്ടി നേതാക്കൾക്കിടയിൽ ഭിന്നസ്വരമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന പിണറായി വിജയനെ പേടിയായതുകൊണ്ട് പലരും ഇത് പുറത്തു പറയുന്നില്ല. അപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നേതാക്കൾ മാറി നിന്ന് പിണറായി വിജയനെതിരായ നിലപാട് സ്വീകരിക്കില്ലേ ഭാവിയിൽ? സിനുജി ഒരു ചാനലിൽ കേട്ടതാണ്, പെൺകുട്ടിന്ന് പിണറായി വിജയന്റെ മകൾ ആ പെൺകുട്ടിക്കെതിരെ. പെൺകുട്ടിയാണ്, ഒരു അമ്മയല്ലേ, അപ്പൊ ഒരു യുവതിയല്ലേ, ഒരു സ്ത്രീയല്ലേ, അതുവരെ കൊച്ചാക്കി കൊണ്ടുവന്നിരുന്നു. അതായത് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ സന്താനങ്ങൾ ചെയ്യുന്നതെല്ലാം പാർട്ടി ഏറ്റെടുക്കണം എന്നാണ് അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീമതി വീണ വിജയന്റെ കാര്യം പറയുകയാണെങ്കിൽ ശ്രീമതി വീണ ടി എന്നാണ് അവിടെ ശരിക്കുള്ള തൈക്കണ്ടി. അതെ. അപ്പോൾ അവര് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്തിനു പാർട്ടി ഏറ്റെടുക്കണം? ഞാൻ ഇന്നലെ ചിരിക്കാൻ കുറേ ഉണ്ടോ ഇതിന്റെ ന്യൂസുകൾ കാണുമ്പോൾ പറയാണ്, ഈ സമയത്ത് കൊണ്ടുവച്ചത്, ഈ സമയത്ത് ഈ റിപ്പോർട്ട് വന്നത് നമ്മളുടെ നടക്കുന്ന നാഷണൽ കോൺഫറൻസിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ്. അവിടെ ഒരു മോശം അന്തരീക്ഷം പിണറായി സഖാവിനെ വേണ്ടി കൊണ്ടുവരാൻ. ഇവരുടെ പാർട്ടി കോൺഗ്രസ് കഴിയുന്നത് വരെ ഇതൊക്കെ ഒളിപ്പിച്ചു വെക്കണം. അങ്ങനെയായിരുന്നെങ്കിൽ ഇവിടെ ലോക്കൽ
ബോഡി ഇലക്ഷനും ജില്ലകളിലേക്കുള്ള ഇലക്ഷനും സ്റ്റേറ്റിലേക്കുള്ള ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ അപ്പോഴേ കൊണ്ടുവരേണ്ടതല്ലേ. അങ്ങനെയായിരുന്നെങ്കിൽ അതിൽ കുറച്ച് ഈ പറയുന്ന ഒരു കാര്യമുണ്ടെന്ന് പറയാം. അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന സമയത്ത് 2 ദിവസം മാത്രം ബാക്കിയിരിക്കെ ഇത് കൊണ്ടുവന്നത് ഞങ്ങളെ അപകീർത്തിപ്പെടുത്താനാണ്. ഞങ്ങൾക്ക് ഭരണമുള്ള ഒരേ ഒരു സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ. നല്ല രസമാണ് കേട്ടോ കൈരളി ചാനൽ വായിച്ചാൽ കേൾക്കാൻ. ഞാനിങ്ങനെ ഇടയ്ക്ക് ഒന്ന് മാറ്റിപ്പോ നമുക്കൊന്ന് ചിരിക്കണം എന്നൊക്കെ തോന്നുമ്പോഴേ ബുദ്ധിക്ക് ഇത് തോന്നണ സമയത്തൊക്കെ. അപ്പോൾ അവർ പറയാണ് ഇതേ സമയം നോക്കി വെച്ചത്. ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞ ഭൂരിപക്ഷം. നമ്മളെ തകർക്കാൻ വേണ്ടി ബി ജെ പി സർക്കാർ എന്തറിഞ്ഞു? ഇത് നാച്ചുറലായി നടന്നു പോകുന്ന കാര്യങ്ങളാണ്. അവർ സോ ഹാപ്പൻ ദാറ്റ് ദേ ആർ CPM പീപ്പിൾ. നമ്മുടെ ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ അദ്ദേഹത്തിന് ജയിലിൽ കിടന്നില്ലേ. അപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യമാണ് ഇതിന് ഇന്നല്ലെങ്കിൽ നാളെ പിടികൂടപ്പെടും. ഇത്രയും വർഷം നടത്തിയ കമ്പനിക്ക് ഒരു ഓഡിറ്റ് ബാലൻസ് ഷീറ്റ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഓഡിറ്റ് ചെയ്യാതെ എങ്ങനെ ഒരു കമ്പനി ഇത്രയും നാൾ മുന്നോട്ട് പോയി? എന്തിനാണ് ഇവര് വെയിലത്തും മഴയത്തും കുറേ കുട്ടികൾ ജലപീരങ്കിയും കുറേ ലാത്തി ചാർജും ഒക്കെ ഇനിയിപ്പോൾ വീണയ്ക്ക് വേണ്ടി നടക്കും ഇങ്ങോട്ടേക്ക് വന്നിട്ട്. അദ്ദേഹത്തിന് ഇതിലൊന്നും പങ്കില്ലല്ലോ. അദ്ദേഹം ഒന്നും അറിയുന്നില്ല, കേൾക്കുന്നില്ല. അതേ ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങനെ ഇരിക്കുകയാണ് മകളുടെ കാര്യം വരുമ്പോൾ. ഒന്നും പറയില്ല. ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് എല്ലാവരും എന്നോടൊപ്പമാണ്, എന്നോടൊപ്പം നിന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മിസറബിൾ ആവും, പാർട്ടിയിൽ നിങ്ങൾക്കൊരു ഉയർന്ന സ്ഥാനം കിട്ടില്ല എന്നൊരു തോന്നൽ. അതുകൊണ്ടല്ലേ ശ്രീ MA ബേബി വരെ ഇപ്പോ ഒന്ന് പതുക്കെ മാറ്റിയിരിക്കുന്നു. കാരണം ആർക്കാനൊരു ജനറൽ സെക്രട്ടറി ആവാൻ ആഗ്രഹം ഇല്ലാതിരിക്കുക. പ്രത്യേകിച്ച് ഇത് ലാസ്റ്റ് ചാൻസ് ആണ് അദ്ദേഹത്തിന്റെ. 72ാമത്തെ വയസ്സിലെത്തി നിൽക്കുന്നു അല്ലേ. അപ്പൊ ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് വീണയും പിണറായി വിജയനാണ് മെയിൻ അതിൽ കൾപ്രിറ്റായിട്ട് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ഇനിയുടെ പ്രകടനങ്ങളുടെ കോലാഹലവും പാവപ്പെട്ട SFI DYFI പ്രവർത്തകരെ അടിച്ച് തകർത്ത് മക്കളെ നിങ്ങൾ മനസ്സിലാക്കൂ, ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യം. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടു പുഷ്പനെ പോലെ. അത്രയാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇതൊക്കെ നടക്കും. എന്താണ് ഇൻകം ടാക്സിന്റെ ലെവലിൽ നടക്കും, അല്ലെങ്കിൽ SFIOന്റെ ഇതിൽ നേരിട്ട് നടക്കും. അതൊക്കെ നമ്മൾ നേരിടാൻ ബാധ്യസ്ഥരാണ്. ഇങ്ങനെ കള്ളം ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കും. അപ്പോൾ ചുരുക്കം പറയാൻ മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ആക്രമണം നടത്തുകയാണ്, രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് താഴെ തട്ടിലേക്ക് വരുത്തി തീർത്ത് ചേച്ചി പറയുന്ന പോലെ നാട്ടിലെമ്പാടും പ്രക്ഷോഭവും പ്രകടനവും ഒക്കെ നടത്തി ഇതിന്റെ ഒരു ശ്രദ്ധ തിരിക്കാനായിട്ട് ഇവർ ശ്രമിക്കും അല്ലേ. ഇത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.